ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു വന്നോ? വിഷ്ണു വന്നോ? എപ്പോഴും ഇത് തന്നെയാ. വിഷ്ണു എവിടെ, വിഷ്ണു എവിടെ? വിഷ്ണു വന്നോ? പണം വാങ്ങാൻ ആശാൻ ഇല്ലെന്നുള്ള കാര്യം എങ്ങാനും അറിഞ്ഞാലേ തരാൻ ഒരുങ്ങിയിരിക്കുന്നവര് പോലും പിന്നെ പണം തരില്ല. സത്യമേ, നമ്മുടെ പണമൊക്കെ വല്ലവന്റെയും കയ്യിലായി പോയി. അവന്മാരെ അടിച്ച് പണം തിരിച്ചു വാങ്ങാനുള്ള ത്രാണി എനിക്ക് ഇല്ലാണ്ടും പോയി. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം വാങ്ങിച്ചോണ്ട് വന്നേനെ. ഇവിടത്തെ അവസ്ഥ എനിക്കറിയാവുന്നതല്ലേ. നമുക്ക് അവരോട് പോയി അടിച്ചു വാങ്ങാനുള്ള ഒരാളില്ലാതായി പോയില്ലേ സത്യാമേ? ആര് പറഞ്ഞു ആളില്ലെന്ന്? വിഷ്ണു അല്ല സ്ഥലത്തില്ലാതുള്ളൂ, രോഹിത് ഉണ്ടല്ലോ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇനി നമുക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. പറയ സത്യമേ, എന്തിനാ വിളിച്ചേ? രോഹിത്തെ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. എടാ, ഇനി ഞാൻ വിളിക്കില്ല, അതാ എടുത്തു പറയുന്നത്. എന്താ സത്യമേ, കാര്യം എന്താ? കാര്യം എന്തെങ്കിലും ആവട്ടെ. എന്താ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? സത്യമ്മ വിളിച്ച എവിടെയാണെങ്കിലും ഞാൻ വരും. അതിന് ദിവസം നേരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങ് പോര്. നമുക്കിവിടെ ചിലതെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഞാൻ രോഹിത്തിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു വരുന്നത് വരെ അവനും വേണം ഇവിടെ. പോയ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചു വെക്കൂ. ഭാമേ, ഞാൻ നിന്നോട് എന്നും പറയുന്നത് തന്നെ ഇപ്പോഴും പറയുന്നേ. വിഷ്ണു അല്ലാതെ മറ്റൊരാൾക്കും നിന്റെ ഈ ബിസിനസ് കൊണ്ടുനടക്കാനാവത്തില്ല. അവന്റെ കൈക്കരുത്തും മസിൽ പവറും ആ നിന്റെ ഈ ബിസിനസ് കെട്ടിപ്പൊക്കിയിരിക്കുന്നേ. അവനെ ഭയന്ന് പണം തരുന്നവരാ കൂടുതലും. അതുകൊണ്ടേ വിഷ്ണു വരണം. എന്നാലേ നിന്റെ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേ സാറേ. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ആരും അവനെ തിരക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അവനെ. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലുവേ എനിക്ക് വേണോ അവനെ? എനിക്ക് മോനില്ലേ അവൻ? കാണത്തിരിയാ ഇന്നിങ്ങി വരട്ടവൻ. അവരുടെ ചോദിക്കുന്നുണ്ട് എവിടായി കറങ്ങി കിടക്കുന്നതെന്നൊക്കെ. 2 കൊച്ചുങ്ങളുണ്ട്. അവര് ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് നടക്കുക. എന്താ എല്ലാരും വല്ലാതിരിക്കുന്നേ? എന്തുപറ്റി? വിഷ്ണു എല്ലാവരിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് ഇവരെ ഞാൻ ഇന്ന് കളക്ഷന് വിട്ടത്. പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, പണം ചോദിച്ചതിന് 2 പേരെ നന്നായി തല്ലുകയും ചെയ്തു. അയ്യോ, ഇങ്ങനെ പോയത് എവിടെ ചെന്നെത്തുമെന്ന് എനിക്ക് അറിയില്ല ശാരദാമ്മേ. അല്ല, എന്തായി ജോൾസിന്റെ അടുത്ത് പോയിട്ട്? അത് വിഷ്ണു എവിടെയുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? അത് പിന്നെ ജോൽസിന് വിഷ്ണു എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്നും തെളിഞ്ഞില്ലെന്നാ പറഞ്ഞത്. ആരാ പോന്നേ? ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടല്ലോ. വിഷ്ണു വന്നോ? വിഷ്ണു വന്നോ? എപ്പോഴും ഇത് തന്നെയാ. വിഷ്ണു എവിടെ, വിഷ്ണു എവിടെ? വിഷ്ണു വന്നോ? അയ്യോ, അയ്യോ അച്ഛാ, അച്ഛാ സാറേ, കമല പിടിക്കില്ല. ഈശ്വര, എന്തൊക്കെയാ? കമല അവിടേക്ക് ഇരുത്താം.
മെല്ലെ പതുക്കെ. ശ്ശോ, രാഘവേട്ടാ, എന്തെങ്കിലും പറ്റിയോ? നെറ്റി പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഭാമേ. അവിടെ തട്ടിയതാണ്ട. രാഘവേട്ടാ, കമല, അച്ഛാ കാലിനെന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ലടാ, അങ്ങനെയില്ല. എന്താ രാഘവേട്ടെ കാണിച്ചത്? നോക്കി വരണ്ടേ? അല്ലാതെ തന്നെ കഷ്ടകാലം. അതിന്റെ കൂടെ നമ്മളായിട്ട് കൂടി ഉണ്ടാക്കുന്ന എന്തിനാ? എന്റെ വിഷ്ണു വന്നാ എനിക്ക് അവനെ കാണണം, എനിക്ക് അവനെ കാണണം ഭാമേ. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ? വേണ്ട ഭാമേ, വിഷ്ണു വന്നാ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചോര ഒഴുകുന്ന കണ്ടില്ലേ? എന്റെ മോൻ ഞാൻ എന്താ കൃഷ്ണ ഇവിടെ പറയേണ്ടത്? ചുറ്റും നിൽക്കുന്നവര് ഒരേ സ്വരത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വിഷ്ണു ഇനി വരില്ലെന്ന. പക്ഷെ ശാലിനി ഇപ്പോഴും വിശ്വസിക്കുന്നത് വിഷ്ണു തിരിച്ചു വരുമെന്ന. ഇപ്പതാ ഞാനും കരഞ്ഞപേക്ഷിക്കുക. എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ ഉണ്ടാവണം. വിഷ്ണു തിരിച്ചു വരണം, വന്നേ ഒക്കൂ. നടത്തി തരണം, ഏത് വിധേനയും നടത്തി തന്നേ ഒക്കൂ. ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ പോയവള് അലറിക്കരഞ്ഞുകൊണ്ടാണല്ലോ കേറി വരുന്നത്. എന്ത് പറ്റിയടി മോളെ? അവൻ നിന്നെ അവിടുന്ന് തല്ലി ഇറക്കി വിട്ടോ? ശിവൻ ഇപ്പൊ ആ പഴയ ശിവനല്ലപ്പ. ആ സർജറിക്ക് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ അവന് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴേറെക്കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. വില്ലനെ അടിതെറ്റിക്കാൻ വേണ്ടി നായകൻ നായികയെ കൊണ്ടു നടന്ന് ഒപ്പിക്കാവുന്ന കുരുത്തക്കേടുകൾ എല്ലാം ഒപ്പിച്ചിട്ട് ഇപ്പൊ വില്ലന്റെ തട്ടകത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. സിനിമയിലാണെങ്കിലേ ഒരു സെന്റി സോങ്ങിന് വക നൽകുന്ന സംഭവ. ഇനി ഉള്ളി ഗർഭം കൂടെ ഉണ്ടെങ്കിൽ സെന്റിമെന്റ്സും കൂടും, കയ്യടിയും കൂടും. ദേവസേ, എന്താ അങ്കിളിന് പൊള്ളിയോ? മകളെ അഴിഞ്ഞാടി വല്ലവന്റെ കൂടെ വിടുമ്പോ ഓർക്കണം, അവൾ അഴിഞ്ഞാടി കഴിയുമ്പോ ഇതുപോലെ ഗർഭം പൊക്കി പിടിച്ചോണ്ട് വരുമെന്ന്. ദേവസേ, നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്നുള്ളത് ശരി തന്നെ. അതിന്റെ തലേ കയറുള്ള ലൈസൻസ് ആയിട്ട് നീ കരുതരുത്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, അവൻ ഉപയോഗിച്ചതിന്റെ ബാക്കിയല്ല ഇവളെന്ന് ഇവള് തെളിയിക്കട്ടെ. അതുവരെ ഇത് ഞാൻ പറയും, കാരണം ഇനി ഇവളെ ചുമക്കേണ്ടത് ഞാനല്ലേ. ഒരു സാരി എടുത്ത ബ്ലൗസ് പീസ് ഫ്രീ എന്ന് പറയുന്ന പോലെ അങ്കിളും പറഞ്ഞു എന്റെ മോളെ എടുത്ത ഒരു ഗർഭം ഫ്രീ എന്ന്. മിണ്ടരുത്. എടാ, ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടടാ. ഇപ്പൊ തെറ്റുകാരൻ ഞാനായോ? അങ്കിൾ ഒന്ന് മനസ്സിലാക്കണം, ആ ശിവന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു.